നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിന്. സംശയത്തിന് നിഴലായ നിസാൻ പെട്രോൾ, Y60, Y61 എന്നീ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടും. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ കസ്റ്റംസ് ചോദ്യം ചെയ്തു. 6 വാഹനങ്ങളുടെ വിവരങ്ങളാണ് അമിത്തിൽ നിന്ന് തേടിയിട്ടുള്ളത്. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ കസ്റ്റംസിന് പുറമെ ഇഡിയും GST വകുപ്പും അന്വേഷണം നടത്തും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവന്ന, അനധികൃതമായി നികുതി തട്ടിച്ചു കൊണ്ടുവന്ന കേസിൽ ഇപ്പോൾ കേരളത്തിൽ 20ഓളം വാഹനങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത്. അതിൽ തന്നെ ഈ പ്രധാനപ്പെട്ട നടന്മാർ ദുൽഖർ, അമിത് ചക്കാലക്കൽ, ഇവരുടെ പക്കൽ ഒന്നിലധികം വണ്ടികൾ എത്തിയത് എങ്ങനെ? ഇക്കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ കസ്റ്റംസ് വകുപ്പിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്ന, അത് കേരളത്തിലേക്ക് മൊത്തം എത്തിയ വാഹനങ്ങൾ സംബന്ധിയായ കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിവിധ ആളുകൾക്ക് വിറ്റത്, അത് എങ്ങനെയാണ് അവരുടെ കൈവശം എത്തിച്ചേർന്നത് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനമായും തന്നെ ഇവർ ഇത് സ്വന്തമാക്കാനായിട്ട് ഏതെല്ലാം രീതികൾ അനുവർത്തിച്ചു എന്നത് കാര്യങ്ങളടക്കമുണ്ട്. അവിടെയാണ് വലിയ രീതിയിലൊരു കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് അത് രേഖകളുടെ ഒരു നിർമ്മാണം. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാറുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നികുതികളും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അനുമതി പത്രങ്ങളും ഇതെല്ലാം തന്നെ ലഭ്യമാക്കേണ്ടതുമാണ്. പക്ഷേ അതൊന്നുമില്ലാതെ തന്നെ ഇത്തരം വാഹനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും ഇവിടെ എങ്ങനെ അത് കച്ചവടം ചെയ്യാൻ സാധിച്ചു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലുമാണ് അന്വേഷണം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിൽ രേഖകൾ അതിൽ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടാകണം. കാരണം ഇതൊന്നും നിയമവിധേയമായല്ല നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമികമായ അനുമാനമുള്ളത്. അതുകൊണ്ട് ഈ കാറുകൾ എങ്ങനെ ഇവിടെ വന്നു, അതിന് ഏതെല്ലാം വകുപ്പിൽ നിന്ന്, ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നെല്ലാം രേഖകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇതിലേക്ക് വരുന്നത്. ഈ GST വകുപ്പും അതോടൊപ്പം തന്നെ EDയും എല്ലാം തന്നെ ഈ അന്വേഷണത്തിലേക്ക് വരുന്നതും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ അത് ഏത് രീതിയിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ളതാണ്, എങ്ങനെ ആർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ GSTയും അതോടൊപ്പം തന്നെ EDയുടെയും വൈകാതെ തന്നെ പ്രാഥമികമായ ഒരു അന്വേഷണം സംബന്ധിയായ കാര്യങ്ങളിലേക്ക് എല്ലാം തന്നെ കടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നടൻ അമിത് ചക്കാലക്കലിൻ്റെ വസ്തുക്ക് സമീപമാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നലെ പ്രതികരണങ്ങളുണ്ടായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം അദ്ദേഹത്തിൽ നിന്ന് 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിന് ഗ്യാരേജ് ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ആ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന കൂടുതൽ വാഹനങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരണവും കസ്റ്റംസ് തേടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വാഹനങ്ങൾ എത്തിയത്, ആരുടേതാണിത്, ഇത് അവിടെ ഓൾട്ടർ ചെയ്യാൻ കൊണ്ടുവന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്കിലത് ആരുടേതാണ്, അവർക്കിത് എങ്ങനെയാണ് കൈവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ദുൽഖർ സൽമാൻ്റെ കേസിൽ ദുൽഖർ സൽമാന് 2 വാഹനങ്ങൾ, നിസാൻ പെട്രോൾ സീരീസിൽ പെടുന്ന 2 വാഹനങ്ങളുടെ കാര്യങ്ങളിലാണ്. ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് എവിടെയാണ്, എങ്ങനെയാണ് വാഹനങ്ങൾ വന്നിട്ടുണ്ട് എന്നത് പറയുമ്പോൾ പോലും ഇത് എവിടെ നിന്നാണ്, ഇപ്പോൾ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ യാതൊരു രീതിയിലുള്ള കണ്ടെത്തലും നടത്താൻ സാധിച്ചിട്ടില്ല. അത് സംബന്ധിയായ കാര്യങ്ങൾ ദുൽഖറിന് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തേടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ കണ്ടെത്തിയിട്ടില്ല റേഞ്ച് റോവർ കാർ, അത് എവിടേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. അതിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഗ്യാരേജിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നുള്ളത് ഈ ലക്ഷറി വാഹനങ്ങളാണ്, വലിയ രീതിയിലുള്ള വാഹനങ്ങളാണ്. ഇത് മുഴുവനായിട്ട് തന്നെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നത് സാധ്യമായൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ സംശയാസ്പദമായി കണ്ടെത്തിയ വാഹനങ്ങൾ, മതിയായ രേഖകളില്ലാത്ത കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അതത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക. നിലവിൽ എവിടെയാണോ ഉള്ളത് അത് ആ സേഫ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് അവർക്ക് നോട്ടീസ് നൽകുകയും കൃത്യമായ രീതിയിൽ തന്നെ അതിന് അനുമതി ലഭിച്ചാൽ മാത്രമേ അത് പിന്നീട് അത് നീക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ രീതിയിലേക്ക് കസ്റ്റംസ് അതിന് നോട്ടീസ് നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടക്കമാണ് കടക്കുകയും ചെയ്യുന്നത്. കാരണം കേരളത്തിൽ നമ്മൾക്ക് പല വാഹനങ്ങളും നിരത്തിൽ കാണാറുണ്ട്. നമ്മൾ പല വാഹനങ്ങളും ഇതര സംസ്ഥാനങ്ങളുടെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താറുണ്ട്. അപ്പോൾ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോകുന്നു. അത് പ്രധാനമായും കൊച്ചിയും കോഴിക്കോടുമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലായും അന്വേഷണം നടക്കുന്നത്. കൂടുതലും ആഡംബര വാഹനങ്ങൾ, SUV മോഡലുള്ള വാഹനങ്ങൾ, ഇതെല്ലാമാണ് കൂടുതലായും നിരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്, ഇത് ഭൂട്ടാൻ
വാഹനങ്ങൾ എന്ന രീതിയിൽ ഉള്ള ഒരു കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ ആസൂത്രിതമായ കൃത്യമായ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഇവർക്കിടയിൽ തന്നെയുണ്ട്. അത് നിയമവിരുദ്ധമായി ഏതെല്ലാം രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണ ഏജൻസികൾ വിശദീകരണം തേടുന്നത്. ഏതായാലും കസ്റ്റംസിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. പിടിച്ചെടുത്ത രേഖകൾ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നു. വാഹനങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. ഇഡിയും ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞിരുന്നു, അതായത് ഈ വാഹനങ്ങൾ നികുതി വെട്ടിച്ച് എത്തിച്ചു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിൽ കള്ളപ്പണത്തിന്റെ സാന്നിധ്യം ഈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ള വാഹനം 10 ലക്ഷത്തിനും 4 ലക്ഷം രൂപയുള്ളത് 40 ലക്ഷത്തിനും ഒക്കെയാണ് വിട്ടിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ട്. അങ്ങനെയെങ്കിൽ അതിനിടെ ഈ പൈസയ്ക്കൊന്നും യാതൊരു കണക്കുമില്ല. ഈ കൊടുത്ത പൈസയ്ക്കും കണക്കില്ല, വാഹനം വാങ്ങിയതിനും രേഖയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിച്ചോ എന്നൊരു പ്രധാനപ്പെട്ട അന്വേഷണം അതിർത്തി കടന്ന് കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? ഇപ്പോൾ ED ഈ കേസിലേക്ക് വരുന്നു, GST വകുപ്പ് വരുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പ്രധാനമായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പണം ഇടപാട് എങ്ങനെ നടന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് ഈ രീതിയിലുള്ളൊരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഇത് ആർക്ക് ഏത് രീതിയിലാണ് പണം കൈമാറി എന്നതുമെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് വളരെ ചുരുങ്ങിയ വിലക്ക് ഇവിടേക്ക് എത്തിക്കുകയും കൂടുതൽ വിലക്ക് മറച്ചു വയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ പണമിടപാടുകൾ യഥാർത്ഥത്തിൽ ഏത് രീതിയിലുള്ളൊരു കൈമാറ്റമാണ്, കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കപ്പെടുന്നതും അവിടെയാണ്. അതുകൊണ്ട് ഏത് രീതിയിലൊരു പണം കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അവിടെയാണ് EDയും പ്രധാനമായിട്ടും തന്നെ ആ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ള രേഖകളില്ലാത്ത കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന രേഖകൾ സംബന്ധിയായ കാര്യങ്ങളിൽ എങ്ങനെയാണ് എന്നതെല്ലാം തന്നെ കാണുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അമിത് ചക്കാലക്കലിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് അടക്കം കടക്കുകയാണ്. വാഹനമാണോ? അങ്ങനെ 2 വാഹനങ്ങൾ താങ്കളുടേതായി പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് വന്നേക്കുന്ന എൻ്റെ വാഹനമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം 5 വർഷമായിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു 5 വർഷമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന സമയം അവർ ആ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ വണ്ടി 1999 രജിസ്റ്റർ ചെയ്തതിൻ്റെ അവർക്കത് ഓൺലൈൻ കയറി രജിസ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ RTO ഇവിടെ നേരിട്ട് വന്ന് RTOയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആ വണ്ടിയും ഇവിടെ കിടന്നിരുന്ന വേറൊരു LCയും പിന്നെ എൻ്റെ മറ്റേ അവിടെ പ്രാഡോയും അതിൻ്റെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ജെന്യുവൻ ആയിട്ടാണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ ഇവർക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ വർഷങ്ങളിൽ വന്നേക്കുന്ന വിദേശത്ത് നിന്ന് ബൂട്ടാണെന്ന് മറ്റേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നേക്കുന്ന വണ്ടികളിൽ പെടുന്നതാണോ എന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പഴയ ഒരു 10-15 വർഷങ്ങൾ മുമ്പ് ഓരോ കൈമാറ്റങ്ങൾ നടന്നതിൻ്റെയും സെയിൽ ചെയ്തതിൻ്റെ എല്ലാ